ലോകത്തിലെ ഏറ്റവും ചെറിയ വീടുകളിൽ ഒന്നിൽ ഒരാൾ ശരിക്കും താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോറിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെഡീവൽ ടൗൺ ഇൻ വെയിൽസ് ആൻഡ് വിസിറ്റിംഗ് ദ സ്മോൾ ഹൗസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. നോർത്ത് വെയിൽസിലെ കോൺവേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്മോളസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ഹാർബർ ഏരിയയിലാണ് മെയിനായിട്ട് ഈ ഒരു ഹൗസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഹൗസിൻ്റെ വിശേഷങ്ങളും ഹാർബർ ഏരിയയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വെൽക്കം ടു കോൺവേ ഹാർബർ. 100 കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു മനോഹരമായ തുറമുഖം. ചെറിയ ബോട്ടുകളും കടൽക്കാറ്റും പിന്നെ ഉയർന്നു നിൽക്കുന്ന കോട്ടയും ചേർന്ന് ഈ സ്ഥലത്തൊരു ശരിക്കും പറഞ്ഞൊരു സിനിമാ സെറ്റ് പോലെ തോന്നിക്കും നമുക്ക്. കോൺവേ എന്ന് പറയുന്ന ഈ സ്ഥലം 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവായ എഡ്വേർഡ് ഫസ്റ്റ് നിർമ്മിച്ചതാണ്. 1283 ആരംഭിച്ച കോൺവേ കാസിൽ ഇന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. Now it's time to visit the smallest house in Great Britain. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. It's look like a tiny toy house, but believe it or not, someone actually lived here. ഇതാണ് പ്രശസ്തമായ സ്മോളസ്റ്റ് ഹൗസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ വീടിൻ്റെ വീതി വെറും 1.8 മീറ്റർ, ഏകദേശം 6 അടി മാത്രമാണുള്ളത്. ഉയരം എന്ന് പറയുന്നത് 3 മീറ്റർ മാത്രമാണുള്ളത്. ഈ റെഡ് പാർട്ട് കാണുന്ന അതാണ് ഹൗസ്. അത്രയേ ഉള്ളൂ ഹൗസ്. അപ്പോൾ നമുക്കൊരു 1 പൗണ്ട് ടിക്കറ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ ടിക്കറ്റ്. അപ്പോൾ അതെടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കാണാൻ. ഇപ്പോൾ ഈ ഹൗസ് ഹാൻഡിൽ ചെയ്യുന്നത് 5th ജനറേഷനിലുള്ള ജാൻ ടെയ്ലി എന്ന് പറയുന്ന ആളാണ്. ഈ നിൽക്കുന്നത് പേൾ എന്ന് പറയുന്നതാണ്. വെയിലിഷ് കോസ്റ്റ്യൂമിലാണ് അവർ നിൽക്കുന്നത്. അവരാണ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് വൺ ദ സ്മോളസ്റ്റ് ഹൗസ്. നമ്മളിപ്പോൾ അതിൻ്റെ ഇൻസൈഡിലാണ്. താഴത്തെ നിലയിൽ ഒരു ചെറിയ ഇരിപ്പുമുറിയും അടുക്കളയും, മുകളിലത്തെ നിലയിൽ ഒരാൾക്ക് മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബെഡ്റൂം. അത്രയേ ഉള്ളൂ. 1990 പ്രാദേശിക ഭരണകൂടം ഈ വീട് താമസിക്കാൻ വളരെ ചെറുതാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ വീട്ടിലെ ലാസ്റ്റത്തെ താമസക്കാരൻ്റെ ഏകദേശം 6 അടി 3 ഇഞ്ച് ഉയരമുള്ള മത്സ്യത്തൊഴിലാളിയായിരുന്നു. റോബർട്ട് ജോൺസ് ആയിരുന്നു. അത്രയും ഉയരമുള്ള ഒരാൾ ഇത്രയും ചെറിയ വീട്ടിൽ താമസിച്ചിരിക്കുന്നതാണ് ഇതിലേറെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഈ വീടിന് 16-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രമുണ്ട്. ഇത് ചുവപ്പ് നിറത്തിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന ദൂരത്ത് നിന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഈ വീട് കാണാനെത്തുന്നുണ്ട്. ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് താഴേക്ക് ഇറങ്ങിയിട്ടോ. അത്രയും ടൈനി സ്റ്റെപ്സ് ആയിരുന്നു. പിന്നീട് ഈ വീട് പൊളിക്കാനായിരുന്നു തീരുമാനം. പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധവും ചരിത്ര പ്രാധാന്യം കാരണം അത് സംരക്ഷിക്കപ്പെട്ടു. ഇനി ചെറിയ വീട് കോൺവേ നഗരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈ വീടിനകത്ത് ഇന്നും പഴയകാല ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന രീതിയിൽ സാധനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതത്തിലേക്ക് ഒരു ജേർണി പോലെ തോന്നും. അങ്ങനെ സ്മോളസ്റ്റ് ഹൗസൊക്കെ കണ്ട് അവരുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ കോൺവേ ഹാർബറിലൂടെ ഇങ്ങനെ നടക്കുക. ഇന്നിപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. ഫോർ സെഞ്ച്വറീസ് ആയിട്ട് ഈ ഒരു കോൺവേ ഹാർബർ യൂസ് ചെയ്യുന്നത് ഫിഷിങ്ങിനും ട്രേഡിംഗ് പോർട്ടിനും വേണ്ടിയിട്ടാണ്. സൺസെറ്റൊക്കെ ആവുന്ന സമയത്ത് കോൺവേ കാസിലിൻ്റെ പ്രതിഫലനം ഈ വെള്ളത്തിൽ കാണുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പോയപ്പോൾ ഒരു ക്ലൗഡിയൻ ടൈം ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. ഈ ഹാർബറിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കോൺവേ കാസിൽ കാണാം. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 700 വർഷത്തിലധികം പഴക്കമുള്ള ഈ കോട്ടയും തുറമുഖവും നൂറ്റാണ്ടുകളായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓയിസ്റ്റർ കൺസർവേഷൻ. കോൺവേ ഹാർബർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിവറാണ്. ഐറിഷ് കടലിൽ ചേരുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കടലിൻ്റെയും നദിയുടെയും സൗന്ദര്യവും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്നത്. ഈ ഒരു ഹാർബറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ പലതും 100 കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ളവയാണ്. പഴയ കല്ലുകൾ കൊണ്ടുള്ള വഴികളും പരമ്പരാഗതമായ വീടുകളും അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ കടലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. വെള്ളം ഉയരുകയും താഴുകയും ചെയ്യുന്നതിനനുസരിച്ച് തുറമുഖത്തിൻ്റെ കാഴ്ചയും മാറും. ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായ ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. ഈ ഒരു ഹാർബറിലൂടെ നടക്കുമ്പോൾ നമുക്ക് വഴിയരികിൽ ചെറിയ കഫേസ് ഉണ്ട്, ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്, സുവനീർ കടകളുണ്ട്. എല്ലാം ചേർന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാമിലി ടൈം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ കോൺവേ കാസിൽ, അതായത് 13th സെഞ്ച്വറിയിൽ, this harbor was the main arrival point for building materials and transported by sea. അതുകൊണ്ട് തന്നെയാണ് ഇവർ മെയിനായിട്ട് ഒരു സ്ഥലത്തെ ഹാർബർ ഏരിയ എന്ന് വിളിക്കാനും കാരണം. അങ്ങനെ നമ്മൾ ഹാർബർ ഏരിയയും സ്മോളസ്റ്റ് ഹൗസൊക്കെ കണ്ടത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴികളാണെങ്കിലും ഫുള്ള് കല്ലുകൾ കൊണ്ട് പണിതാട്ടോ. വഴികളാണെങ്കിലൊക്കെ കല്ലുകൾ കൊണ്ട് പണിത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു എന്താ പറയുക നൈറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് നോക്കി
ഇതുപോലെ നഗറ്റ്സിൻ്റെ കുറേ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് കോൺവേയുടെ ഗ്രേറ്റ് വാള്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ UK ലെയും വെയിൽസിലെയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.